ഹലോ നമസ്കാരം. പുഷ്പയുടെ രണ്ടാം ഭാഗം സിനിമയുടെ റിലീസ് വീണ്ടും പോസ്റ്റ്പോൺ ചെയ്തു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ RD സിനിമയുടെ ഡയറക്ടറും പ്രൊഡ്യൂസറും ഒരുമിച്ച് എടുക്കുന്ന അടുത്ത സിനിമയിൽ ദുൽഖർ സൽമാൻ ആയിരിക്കും നായകൻ എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ള ന്യൂസ് വന്നിട്ടുണ്ട്. അതുപോലെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. ആദ്യമായിട്ട് വരുന്ന പുഷ്പ 2 സിനിമയുടെ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഫസ്റ്റ് ഭാഗത്തിന് വലിയൊരു വിജയത്തിന് സുകുമാർ സമയം ചെയ്തിരിക്കുന്ന പടം തന്നെയാണ് പുഷ്പ 2. ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ട്രെൻഡിങ് ആയിട്ട് കിടക്കുക പുഷ്പ 2. അതിലെ ഡയറക്ടറും എന്താ സുകുമാരും നമ്മുടെ അല്ലു അർജുനും തമ്മിൽ ഒരു അടി ഉണ്ടായിട്ടുണ്ട്. അവർ തമ്മിൽ എന്താ പറയാ, രണ്ടുപേരും വെക്കേഷൻ പോയിക്കൊണ്ടിരിക്കും. വെക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡയറക്ടർ വെക്കേഷൻ വേണ്ടി തിരിച്ചു വരുന്ന സമയത്ത് അല്ലു അർജുൻ വെക്കേഷൻ പോവുക, അല്ലു അർജുൻ വെക്കേഷൻ വേണ്ടി തിരിച്ചു വരുന്ന സമയത്ത് സുകുമാർ വെക്കേഷൻ പോവുക. അങ്ങനത്തെ പല ന്യൂസുകൾ ഇപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ആയിട്ടൊരു മറുപടി ഇപ്പോൾ അവരുടെ ടീം തന്നെ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട്. പടത്തിന്റെ റിലീസിന് പോസ്റ്റ്പോൺ ഒരിക്കലും കാണില്ല. പടം പറഞ്ഞ സമയത്ത് തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിക്കുമെന്നും അവരിപ്പോൾ കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഡയറക്ടറും അല്ലു അർജുൻ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, സ്മൂത്ത് ആയിട്ടാണ് നടപ്പുണ്ട്. അതുപോലെ തന്നെ പുഷ്പയുടെ രണ്ടാം ഭാഗത്തിന്റെ ഫസ്റ്റ് ഹാഫിന്റെ എഡിറ്റിംഗ് വർക്കുകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സുകുമാർ അത് ഷൂട്ടിങ്ങിനൊപ്പം തന്നെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് സീനുകൾ ഷൂട്ട് ചെയ്യാനും ഇല്ല, ഒരു കുറച്ച് സീനുകളുള്ളൂ. അത് പെട്ടെന്ന് അവർ ഷൂട്ട് ചെയ്ത് കഴിയുന്നു. ഒരു നല്ല പ്രൊമോഷനോട് ഗ്രാൻഡ് ആയിട്ട് സിനിമ പറഞ്ഞ ഡിസംബർ 6 തന്നെ റിലീസ് ചെയ്യിക്കുമെന്ന് അവരിപ്പോൾ കൺഫേം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ായിരിക്കും. കഴിഞ്ഞ ഓണത്തിന് നമ്മുടെ തിയേറ്ററിലേക്ക് എത്തിയ 3 വമ്പം പടങ്ങളായിരുന്നു ക്ലാഷ് റിലീസിന് എത്തിയായിരുന്നു. നമ്മുടെ ബിഗ് ബഡ്ജറ്റ് പടമായിട്ടുള്ള ബോസ് ആൻഡ് കോം, നമ്മുടെ നിവിൻ പോളിന്റെ, അതുപോലെ തന്നെ ദുൽഖർ സൽമാൻ ലൈഫ് ടൈമിൽ ഏറ്റവും ബഡ്ജറ്റ് ഇറക്കിയവരുടെ കിങ് ഓഫ് കൊത്ത, അതിൻ്റെ കൂടെ ഇറങ്ങിയ ഒരു കൊച്ചു പടമായിരുന്നു നമ്മുടെ RDX എന്ന പടം. എന്നാൽ അന്നത്തെ ഓണം വിന്റർ 3 എണ്ണത്തിലും നമ്മുടെ RDX തന്നെയായിരുന്നു ഓണം വിന്റർ ആയിട്ട് തൂക്കിയിരുന്നത്. 85 കോടിക്ക് മേലെ അന്ന് കളക്ഷൻ നേടിയിട്ട് ബാക്കി എല്ലാ പടങ്ങളും ഫ്ലോപ്പ് ആയപ്പോൾ RDX മാത്രം വിജയിച്ചിരുന്നു. അപ്പൊ നമ്മുടെ RDX സിനിമയുടെ ഡയറക്ടറായ നഹാസ് ഹിദായത്തിന്റെ അടുത്ത പടം ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. സോഫിയ പോൾ തന്നെ ആയിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന. RDXന്റെ അതേ ഡയറക്ടറും പ്രൊഡ്യൂസർ തന്നെയായിരിക്കും. പക്ഷെ പടത്തിന് കാസ്റ്റിൽ ഡിഫറൻസ് ഉണ്ട്. ഈ പ്രാവശ്യം നമ്മുടെ ദുൽഖർ സൽമാൻ ആയിരിക്കും പടത്തിൽ നായകനായിട്ട് വരുന്നതെന്നാണ് ഇപ്പോൾ കേൾക്കുന്ന റൂമറുകൾ പറയുന്നത്. ഇത് റൂമേഴ്സ് ആണ്. ഇപ്പോൾ കറന്റ് ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ല. പടത്തിന്റെ ഷൂട്ടിംഗ് ഈ വർഷത്തിന് എൻഡിൽ തുടങ്ങും എന്നും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. കൂമൻ സിനിമയ്ക്ക് ശേഷം നമ്മുടെ ജിത്തു ജോസഫ് സംവിധാനം ചെയ്തിരിക്കുന്ന പുതിയ പടമാണ് നുണക്കുഴി എന്ന് പറയുന്ന പടം. നമ്മുടെ ബേസിലാണ് പടത്തിൽ നായകനായിട്ട് വരുന്നത്. പക്ഷേ കൂമൻ പോലെ ഇതൊരു സീരിയസ് പടമാണെന്ന് തോന്നുന്നില്ല, ഒരു കോമഡി ടൈപ്പ് പടമാണെന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പടത്തിന് ടീസർ ഏതൊക്കെ ഇന്ന് 6 മണിക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ടീസർ കണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ. അപ്പോൾ പടം ഈ വരുന്ന ഓഗസ്റ്റ് 15 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സംവിധാനം ചെയ്തിരിക്കുന്ന DSP ഗാനങ്ങൾ വെക്കുന്ന പുതിയ സൂര്യയുടെ പടമാണ് കങ്കുവ എന്ന് പറഞ്ഞ പടം. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കങ്കുവ പടത്തിന്റെ ആദ്യ ഗാനം ഫയർ സോങ് എന്നാണ് പേര്. പടത്തിന്റെ ആദ്യ ഗാനം ഈ വരുന്ന ജൂലൈ 23 റിലീസ് ചെയ്യുന്ന ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കങ്കുവ കഴിഞ്ഞിട്ട് വരുന്ന സൂര്യയുടെ 44ാമത്തെ പടത്തിന്റെ ടൈറ്റിലും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഈ വരുന്ന ജൂലൈ 23 സൂര്യയുടെ പിറന്നാൾ പ്രമാണിച്ചുകൊണ്ട് ഇറങ്ങുമെന്ന് കേൾക്കുന്നുണ്ട്. കൺഫേംഡ് ന്യൂസ് അല്ല, അത് ഒരു റൂമറാണ്. പക്ഷേ സോങ്ങിന്റെ കാര്യം കൺഫേം ആണ്. അതുപോലെ തന്നെ ഈ ഓഗസ്റ്റിന് തിയേറ്ററിലേക്ക് എത്തുന്ന കുറെ സോഷ്യൽ ഇൻഫ്ലുവൻസസ് ഒക്കെ ഇറങ്ങുന്ന ഒരു പടമാണ് വാഴ എന്ന് പറയുന്ന പടം. പടത്തിന്റെ ഫസ്റ്റ് സോങ് ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. രാജുവിനുമായിട്ട് നായകനെ എത്തിയിട്ടുള്ള ഒരു വെബ് സീരീസ് ഇന്ന് OTT റിലീസിന് എത്തിയിട്ടുണ്ടായിരുന്നു. OTT റിലീസല്ല, ഡയറക്റ്റ് OTT റിലീസ് ആയിരുന്നു. Disney+ ഹോട്ട്സ്റ്റാറാണ് പടം ഇറങ്ങിയിരിക്കുന്നത്. നാഗേന്ദ്രൻ ഹണിമൂൺ എന്നാണ് പടത്തിന് പേര് കൊടുത്ത സീരീസിന് പേര് കൊടുത്തേക്കുന്നത്. ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. മൊത്തം 6 എപ്പിസോഡാണുള്ളത്. 30 മിനിറ്റാണ് ഈച്ച് എപ്പിസോഡിന് വരുന്നത്. അത്യാവശ്യം ആവറേജ് എന്നാൽ മിക്സ്ഡ് ഒക്കെ ആയിട്ടുള്ള റെസ്പോൺസ് ആണ് ഇപ്പൊ കൂടുതലായിട്ട് എനിക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന്, കുറെ ആൾക്കാർക്ക് ആവറേജ് ആയിട്ട് തോന്നിയെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ എക്സ്ട്രീം ലെവൽ പോസിറ്റീവ് റെസ്പോൺസ് അങ്ങനെ കേൾക്കുന്നില്ല. അതുപോലെ തന്നെ ഇത് ലാലേട്ടൻ്റെ ഒരു സാധനം പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? എയ്ഡൻ എന്ന് പറഞ്ഞൊരു സിനിമയല്ല, ഓഡിയോ മൂവിയാണ് വെച്ചാൽ ഡയലോഗ്സ് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. യൂട്യൂബിലും റിലീസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ക്ലബ് FM അടിച്ചു കൊടുത്താൽ മതി. ആ സാധനം ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. റിവ്യൂസ് ഒന്നും പുറത്ത് വന്ന് തുടങ്ങിയിട്ടില്ല. എന്നാലും കണ്ട കുറച്ച് റിവ്യൂസിലൊക്കെ നല്ലതാണ്, കുഴപ്പമില്ല എന്നൊക്കെ കേട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി സാധനമാണ്. നിങ്ങൾക്ക് കേൾക്കണേ പോയി കേട്ടോക്കാം. വെറും 40 മിനിറ്റ് ടോട്ടൽ വരുന്നുള്ളൂ. ഓക്കെ, അപ്പം ശരി, അത്രയ്ക്ക് എന്ത് പറയാനുള്ളത്. കുറച്ച് മൂവി ന്യൂസ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈലൈറ്റ്സ് മാത്രമേ ഡിസ്കസ് ചെയ്ത് പോയുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഇനി വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണേ. അപ്പോൾ ശരി, എന്നാൽ ബൈ.